രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു ഭാരം നിറയുന്നു. ഉറക്കമുണർന്നാലുടൻ മൊബൈൽ ഫോണിലേക്ക് കൈനീളുന്നു. മെസ്സേജുകൾ, നോട്ടിഫിക്കേഷനുകൾ, ചെയ്യേണ്ട കാര്യങ്ങളുടെ ഓർമ്മിപ്പിക്കലുകൾ, ചെയ്തു തീർക്കാനുള്ള ജോലികളുടെ ഭാരം. ഒന്ന് വിശ്രമിക്കാനോ സന്തോഷിക്കാനോ സമയമില്ല. ദിവസം തുടങ്ങും മുമ്പേ മനസ്സ് ഒരു ഓട്ടത്തിലേക്ക് തള്ളപ്പെടുന്നു. എവിടേക്കാണ് ഈ ഓട്ടം? എന്തിനാണ് ഇത്ര വേഗം? പലർക്കും അതിന്റെ ഉത്തരം പോലും അറിയില്ല. എന്നിട്ടും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മളിൽ പലരുടെയും അവസ്ഥയാണ്. നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ശരീരത്തിന്റെ ക്ഷീണമല്ല അത്, മനസ്സിന്റെ ആഴത്തിൽ നിന്നുയരുന്ന, വാക്കുകളാക്കി പറയാൻ പോലും കഴിയാത്ത ഒരു ക്ഷീണം. ഈ ഓഡിയോ ബുക്ക് ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന ആശയം വിശദീകരിക്കുന്നു. നമ്മൾ ജീവിതത്തെ സമീപിക്കുന്ന രീതിയിൽ ആവശ്യമായ അടിസ്ഥാന മാറ്റങ്ങൾ ഈ ഓഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇത്തരം നിരവധി ഓഡിയോ ബുക്കുകളും പുസ്തകാസ്വാദനങ്ങളും നമ്മുടെ ചാനലിൽ ഉണ്ട്. അവ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. 1. നമ്മൾ ശരിക്കും തളരുന്നത് ജോലി കൊണ്ടല്ല. നമ്മുടെ ക്ഷീണത്തിനും മടുപ്പിനും കാരണം ജോലി കൂടിയതാണ് എന്നും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചതാണ് എന്നും ജീവിതം കൂടുതൽ മത്സരാത്മകമായത് ആണ് എന്നും നമ്മൾ കരുതുന്നു. പക്ഷേ ഒരു നിമിഷം ആഴത്തിൽ ചിന്തിച്ചാൽ ഒരു സത്യം തെളിഞ്ഞു വരും. നമ്മൾ തളരുന്നത് ജോലി കൊണ്ടല്ല. നമ്മൾ തളരുന്നത് ജോലി ചെയ്യുന്ന രീതിയിലൂടെയും അതിനെക്കുറിച്ച് നമ്മൾ ഉള്ളിൽ രൂപപ്പെടുത്തുന്ന ചിന്തകളിലൂടെയുമാണ്. കഠിനാധ്വാനം എന്നത് നമ്മൾ വലിയൊരു ഗുണമായി കണക്കാക്കുന്നു. എന്നാൽ അതിനൊപ്പം ചേർന്ന് വന്ന ഒരു അപകടകരമായ ആശയം കൂടിയുണ്ട്. തളരുന്നതുവരെ ജോലി ചെയ്യുക, സന്തോഷം പിന്നെ നോക്കാം എന്ന ധാരണ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയൊരു സംസ്കാരത്തിലാണ്. ഇപ്പോൾ സഹിക്കാം, പിന്നെ എല്ലാം ശരിയാകും. ഇപ്പോൾ കഷ്ടപ്പെടാം, പിന്നെ സന്തോഷിക്കാം. ഈ പിന്നെ എന്ന വാക്കാണ് പലരെയും ഒരിക്കലും എത്തിപ്പെടാത്ത ഒരു ഭാവിയിലേക്ക് തള്ളിവിടുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക ഓരോ ദിവസവും വലുതാകുന്നു. എന്നാൽ ചെയ്ത കാര്യങ്ങളുടെ സന്തോഷം ദിവസേന കുറയുന്നു. ഒരു ജോലി പൂർത്തിയാക്കുമ്പോൾ ഒരു നിമിഷത്തെ ആശ്വാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിനു പിന്നാലെ അടുത്ത ജോലി മനസ്സിൽ കയറി വരും. സന്തോഷം ഒരു സ്ഥിരാവസ്ഥയായി മാറുന്നില്ല. അത് ഒരു ഇടവേളയായി മാത്രം നിലനിൽക്കുന്നു. ഇതാണ് ആധുനിക മനുഷ്യന്റെ യഥാർത്ഥ ദുഃഖം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു എന്ന കാര്യത്തിൽ നാം വളരെ കുറച്ചു മാത്രമേ ശ്രദ്ധ നൽകുന്നുള്ളൂ. ഒരാൾ വിജയിച്ചോ എന്ന് നമ്മൾ അളക്കുന്നത് അവൻ എത്ര കാര്യങ്ങൾ പൂർത്തിയാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അവൻ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് ഒരിക്കലും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഇതാണ് നമ്മളെ അകത്തുനിന്ന് ശൂന്യമാക്കുന്നത്. ഇവിടെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന ആശയം തന്നെ വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നത്. നമ്മൾ പഠിച്ച പ്രൊഡക്ടിവിറ്റി എന്താണ്? കൂടുതൽ സമയം ജോലി ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ പൂർത്തിയാക്കുക, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് നേടുക. പക്ഷേ ഈ നിർവചനത്തിൽ ഒരിടത്തും മനുഷ്യന്റെ മനസ്സിനും വികാരങ്ങൾക്കും സ്ഥാനമില്ല. യന്ത്രങ്ങളെപ്പോലെ പ്രവർത്തിക്കണം എന്നാണ് ഈ സമീപനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ മനുഷ്യനൊരു യന്ത്രമല്ല. അവന് വികാരങ്ങളുണ്ട്, ക്ഷീണമുണ്ട്, സന്തോഷം അനുഭവിക്കാനുള്ള ആവശ്യവുമുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് വിജയത്തിന്റെ പടവുകൾ കയറുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ തകർന്നു പോകുന്നത്. പുറമെ എല്ലാം ശരിയാണെന്ന് തോന്നും. ജോലിയുണ്ട്, വരുമാനമുണ്ട്, സമൂഹത്തിൽ സ്ഥാനമുണ്ട്, എന്നാൽ ഉള്ളിൽ ഒരു ശൂന്യത. ഇതാണോ ജീവിതം എന്ന ചോദ്യം ഇടയ്ക്കിടെ തല ഉയർത്തും. പക്ഷേ അതിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല. കാരണം നമുക്ക് സമയമില്ല. നമുക്ക് വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കണം. സന്തോഷം ഒരു ലക്ഷ്യമാണെന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം, എല്ലാ ബാധ്യതകളും തീർത്ത ശേഷം, എല്ലാം സെറ്റിലായ ശേഷം മാത്രമേ സന്തോഷം വരൂ എന്ന് നാം കരുതുന്നു. പക്ഷേ പലപ്പോഴും ആ ദിവസം വരാറില്ല. കാരണം ജീവിതം ഒരിക്കലും പൂർത്തിയാകുന്ന ഒരു ലിസ്റ്റല്ല. ഒരു ജോലി തീർന്നാൽ മറ്റൊന്ന് വരും. ഒരു ലക്ഷ്യം കൈവരിച്ചാൽ മറ്റൊന്ന് മുന്നിൽ നിൽക്കും. ഈ സാഹചര്യത്തിൽ സന്തോഷത്തെ പിന്നിലേക്ക് മാറ്റിവെക്കുന്നത് അതിനെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി നമ്മളോട് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. സന്തോഷം ലക്ഷ്യത്തിന്റെ അവസാനമല്ല. സന്തോഷം തന്നെയാണ് വഴി. സന്തോഷം തന്നെയാണ് മാർഗം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, അത് ചെറിയതായാലും വലിയതായാലും, മനസ്സിന് ഒരു ലാളിത്യം നൽകുന്ന സമീപനം വളർത്തുക. ജോലി ഒരു ശിക്ഷയായി അല്ല, അർത്ഥവത്തായ പ്രവർത്തനമായി അനുഭവിക്കാൻ പഠിക്കുക. ഇത് പ്രായോഗികമാണോ? ഇങ്ങനെ ചിന്തിച്ചാൽ ഞാൻ അലസനാകില്ലേ? ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇത്ര ലളിതമാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. കാരണം
നമ്മൾ വളർന്നത് മറ്റൊരു ചിന്താധാരയിലാണ്. കഠിനമായ ശ്രമം, സമ്മർദ്ദം, നിരന്തരമായ പരിശ്രമം ഇവയെയാണ് വിജയത്തിന്റെ അടയാളങ്ങളായി നമ്മൾ പഠിച്ചത്. എന്നാൽ ഇതിന്റെ ഫലമായി എന്താണ് സംഭവിച്ചത്? കൂടുതൽ ആളുകൾ മാനസികമായി തളർന്നു. കൂടുതൽ ആളുകൾ ജോലി ചെയ്യുമ്പോൾ തന്നെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലെത്തി. നമ്മൾ കൂടുതൽ സന്തോഷത്തോടെ, കൂടുതൽ സമാധാനത്തോടെ ജോലി ചെയ്താൽ നമ്മൾ കുറച്ചു മാത്രമേ നേടൂ എന്ന് തോന്നിയേക്കാം. എന്നാൽ ഈ ധാരണ ശരിയല്ല. ദീർഘകാലത്തിൽ കൂടുതൽ സ്ഥിരതയുള്ള വിജയമാണ് ഇതുണ്ടാക്കുന്നത്. കാരണം സന്തോഷത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ തളർത്തുന്നില്ല, അവ നമ്മളെ വളർത്തുന്നു. ഇതൊരു തുടക്കമാണ്, ഒരു ചിന്തയുടെ തുടക്കം. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിനൊപ്പം ഞാൻ എങ്ങനെ അനുഭവിക്കുന്നു എന്ന ചോദ്യവും ചേർക്കാനുള്ള ഒരു ക്ഷണമാണിത്. ജീവിതം അവസാനമില്ലാത്ത ഒരു ഓട്ടമാകേണ്ടതില്ല, അത് അർത്ഥവത്തായ ഒരു യാത്രയാകാം. ആ യാത്രയിൽ നിങ്ങൾ തളർന്നു വീഴേണ്ടതില്ല. നിങ്ങൾക്ക് ശ്വാസമെടുക്കാം, ചുറ്റും നോക്കാം, സന്തോഷം അനുഭവിക്കാം, മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ. നമ്മൾ ശരിക്കും തളരുന്നത് ജോലി കൊണ്ടല്ല, നമ്മൾ തളരുന്നത് നമ്മളെ മറന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. ഇതാണ് മാറ്റേണ്ടത്. ഇതാണ് ഈ യാത്രയുടെ തുടക്കം. 2. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി. ജോലി ചെയ്യുമ്പോൾ തന്നെ സന്തോഷം അനുഭവിക്കുന്ന കല. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്നത് ഒരു പ്രചോദന വാക്ക് മാത്രമല്ല, അത് ജീവിതത്തെ, ജോലിയെ, വിജയത്തെ കാണുന്ന നമ്മുടെ കണ്ണാടിയാണ്. ഇവിടെ ജോലി ഒരു ഭാരമല്ല, ഒരു ശിക്ഷയുമല്ല. അത് നമ്മൾ ആരാണ് എന്നതിൻ്റെ, നമ്മൾ വളരുന്ന രീതിയുടെ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനാൽ തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ നല്ലതായി അനുഭവിക്കുക എന്നത് ഒരു ആഡംബരമല്ല, അതൊരു ആവശ്യമാണ്. സന്തോഷം എന്നാൽ ജോലി തീർന്നതിനു ശേഷമുള്ള ഒരു അവസ്ഥയാണെന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. ഒരു പരീക്ഷ കഴിഞ്ഞാൽ സന്തോഷം, ഒരു പ്രോജക്റ്റ് പൂർത്തിയായാൽ ആശ്വാസം, ഒരു ലക്ഷ്യം കൈവരിച്ചാൽ സമാധാനം. പക്ഷേ ഈ സന്തോഷങ്ങളെല്ലാം താൽക്കാലികമാണ്. കാരണം അതിനു പിന്നാലെ അടുത്ത ഉത്തരവാദിത്തം കാത്തിരിക്കുന്നു. ഈ രീതിയിൽ സന്തോഷം എപ്പോഴും ഭാവിയിലേക്ക് മാറ്റിവെക്കപ്പെടുന്നു. ഇപ്പോഴത്തെ നിമിഷം എല്ലായ്പ്പോഴും സഹിക്കേണ്ട ഒന്നായി മാറുന്നു. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ഈ ചിന്തയെ പൂർണ്ണമായി മറിച്ചിടുന്നു. ഇത് നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ ദിവസങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ എത്ര വലിയ നേട്ടങ്ങൾ നേടിയാലും ആ ജീവിതം പൂർണ്ണമാകില്ല. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ആദ്യം തന്നെ മാറ്റണം. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറലല്ല, പരിശ്രമം ഒഴിവാക്കലുമല്ല. മറിച്ച് പരിശ്രമത്തിനൊപ്പം മനസ്സിന്റെ കരുതലും കൂടി ചേർക്കുക എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളെ തകർക്കുന്നില്ല എങ്കിൽ, അത് നിങ്ങളെ ശക്തനാക്കുന്നു എങ്കിൽ, അതാണ് യഥാർത്ഥ പ്രൊഡക്ടിവിറ്റി. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന വികാരങ്ങൾ നമ്മുടെ ഫലങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്നു. ഭയത്തോടെയും സമ്മർദ്ദത്തോടെയും ചെയ്യുന്ന ജോലി താൽക്കാലികമായി ഫലം നൽകുമെങ്കിലും ദീർഘകാലത്തിൽ അത് നമ്മളെ ക്ഷീണിപ്പിക്കും. മറുവശത്ത് അർത്ഥവത്തായി തോന്നുന്ന, മനസ്സിനോട് ഒത്തുപോകുന്ന, ചെറിയ സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ നിലനിർത്തും. ഇതാണ് ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ ശാസ്ത്രവും മനഃശാസ്ത്രവും. ഒരു ഉദാഹരണം ചിന്തിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമാകും. ഒരാൾ ഒരു ജോലി ചെയ്യുന്നത് ഇത് തീർന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ എന്ന ചിന്തയോടെയാണെങ്കിൽ അയാൾ ആ ജോലി തീർക്കും. പക്ഷേ അതിനിടയിൽ അയാളുടെ മനസ്സ് മുഴുവൻ സമ്മർദ്ദത്തിലായിരിക്കും. മറ്റൊരാൾ അതേ ജോലി ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും പഠിക്കുന്നു, ഞാൻ വളരുകയാണ് എന്ന ചിന്തയോടെയാണ്. പുറമേ ജോലി ഒന്നു തന്നെ ആയാലും ഉള്ളിലെ അനുഭവം പൂർണ്ണമായും വ്യത്യസ്തമാണ്. രണ്ടാമത്തെ ആൾ തളരുന്നില്ല, അയാൾ മുന്നോട്ടു പോവുകയാണ്. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് ജോലി എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച ഒരു ഘടകമല്ല എന്നാണ്. നമ്മൾ ഇതാണ് ജോലി, ഇതാണ് ജീവിതം എന്ന് വേർതിരിച്ചാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. ജോലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, ജീവിതം അതിന് നേടുന്ന പ്രതിഫലം എന്ന രീതിയിൽ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ജോലി ചെയ്യുന്നതിനിടയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയങ്ങൾ മുഴുവൻ നമ്മൾ അസന്തുഷ്ടരായി ജീവിച്ചാൽ പിന്നെ സന്തോഷത്തിനായി എന്താണ് ബാക്കി വെക്കുന്നത്? ഇവിടെയാണ് പോസിറ്റീവ് തിങ്കിങ് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രസക്തമാകുന്നത്. പോസിറ്റീവ് തിങ്കിങ് എന്നാൽ പ്രശ്നങ്ങളെ നിഷേധിക്കുക എന്നല്ല, എല്ലാം നല്ലതാണ് എന്ന് നടിക്കുക എന്നുമല്ല. മറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ ബോധപൂർവം, കൂടുതൽ കരുണയോടെ കാണാൻ പഠിക്കുക എന്നാണ്. ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിനെ ഒരു പരാജയമായി കാണാതെ
ഒരു മനുഷ്യൻ എന്ന നിലയിലെ യാഥാർത്ഥ്യമായി അംഗീകരിക്കുക. ഇത്തരം അംഗീകാരങ്ങൾ തന്നെയാണ് മനസ്സിന് ലാളിത്യം നൽകുന്നത്. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ മറ്റൊരു വശം വിജയത്തിന്റെ നിർവചനം തന്നെ മാറ്റുന്നതാണ്. ഇതുവരെ വിജയമെന്നാൽ പുറമേ കാണുന്ന നേട്ടങ്ങളായിരുന്നു. പദവി, പണം, അംഗീകാരം എന്നിവ. ഇവയെല്ലാം പ്രധാനമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഉള്ളിലെ സമാധാനവും ജീവിതത്തോടുള്ള സംതൃപ്തിയും കൂടി ചേർന്നാൽ മാത്രമേ വിജയം പൂർണ്ണമാകൂ. പുറമേ വിജയിയും ഉള്ളിൽ തകർന്നവനുമാകുന്നത് യഥാർത്ഥ വിജയമല്ല. ഈ ആശയം സ്വീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദിവസങ്ങളെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങും. രാവിലെ ഉണരുന്നത് ഒരു ഭാരമായി തോന്നില്ല. ഓരോ ദിവസവും ഒരു പരീക്ഷയായി അല്ല, ഒരു അനുഭവമായി കാണാൻ തുടങ്ങും. ഒരു ചെറിയ മാറ്റമായി തോന്നാമെങ്കിലും ഇതിന്റെ ഫലം വലിയതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മളെ നിർവചിക്കുന്നത്, ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ്. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന ആശയം പ്രായോഗികമായി എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നതിലേക്ക് നമ്മൾ കടക്കും. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം. സന്തോഷത്തോടെ ജീവിക്കുക എന്നത് നിങ്ങൾ വിജയിച്ച ശേഷം ലഭിക്കുന്ന ഒരു സമ്മാനമല്ല. സന്തോഷത്തോടെ ജീവിക്കുക എന്നത് നിങ്ങൾ മുന്നോട്ടു പോകാൻ ഉപയോഗിക്കുന്ന ഒരു ശക്തിയാണ്. ജോലി ചെയ്യുമ്പോൾ തന്നെ നല്ലതായി അനുഭവിക്കാൻ പഠിക്കുക എന്നാൽ ഒരു വിപ്ലവമാണ്. ശബ്ദമില്ലാത്ത ഒരു വിപ്ലവം. പുറമെ ആരും അത് ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റും. അതാണ് ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ ശക്തി. 3. ചിന്ത മാറുമ്പോൾ ദിവസം മാറുന്നു. നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് ചിന്തകളോടെയാണ്. കണ്ണു തുറക്കുന്നതിന് മുൻപേ തന്നെ മനസ്സ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. ഇന്ന് ചെയ്യാനുള്ളത് ഇത്രയുമുണ്ട്, ഇന്നും സമയം പോരാ, എനിക്കിതൊക്കെ പറ്റുമോ? ഇത്തരം ചിന്തകൾ വളരെ സ്വാഭാവികമായി മനസ്സിലേക്ക് വരും. ദിവസം മോശമാണോ നല്ലതാണോ എന്ന് നിശ്ചയിക്കുന്നത് സംഭവങ്ങളല്ല, അവയെക്കുറിച്ച് നമ്മൾ ഉള്ളിൽ നടത്തുന്ന സംഭാഷണങ്ങളാണ്. പോസിറ്റീവ് തിങ്കിങ് എന്നാൽ ഈ ഉള്ളിലെ സംഭാഷണം മാറ്റാനുള്ള ഒരു ശ്രമമാണ്. അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടി മാറുക എന്നതല്ല, പ്രശ്നങ്ങൾ ഇല്ല എന്ന് നടിക്കുക എന്നുമല്ല, മറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ സുതാര്യമായി, കൂടുതൽ മാനുഷികമായി കാണാൻ പഠിക്കുക എന്നതാണ്. ഒരു ദിവസം എല്ലാം കൃത്യമായി നടക്കാതെ പോയാൽ അതിനെ ഒരു പരാജയമായി കാണാതെ ഒരു സാധാരണ മനുഷ്യന്റെ അനുഭവമായി സ്വീകരിക്കാൻ പഠിക്കണം. ഈ ചെറിയ മാറ്റമാണ് ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാന ശക്തി. നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ വളരെ കഠിനമായാണ് സംസാരിക്കുന്നത്. മറ്റൊരാൾ നമ്മുടെ സ്ഥാനത്തായിരുന്നാൽ നമ്മൾ കാണിക്കുന്ന കരുണ പോലും നമ്മൾ നമ്മളോട് തന്നെ കാണിക്കാറില്ല. ഇതുപോലും ചെയ്യാൻ പറ്റിയില്ലേ, നീ എപ്പോഴും ഇങ്ങനെയാണ് എന്നിങ്ങനെ ഉള്ളിലെ ശബ്ദം നമ്മളെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കും. ഈ ശബ്ദമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത്. ജോലിയല്ല, സമയക്കുറവല്ല, ഈ ഉള്ളിലെ വിമർശകനാണ് നമ്മളെ ഏറ്റവും അധികം ക്ഷീണിപ്പിക്കുന്നത്. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ശബ്ദത്തോട് സൗഹൃദം സ്ഥാപിക്കാനാണ്. ആ വിമർശകനെ പൂർണ്ണമായി നിശബ്ദനാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷെ അവന്റെ സ്വരം മാറ്റാൻ കഴിയും. ഇന്നെല്ലാം കഴിഞ്ഞില്ല എന്ന ചിന്തയ്ക്ക് പകരം ഇന്ന് എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്തു എന്നൊരു വാക്ക് മനസ്സിൽ ചേർക്കുക. ഈ ചെറിയ ചിന്താമാറ്റങ്ങൾ കാലക്രമേണ നമ്മുടെ ആത്മവിശ്വാസം തന്നെ കൂട്ടും. പ്രായോഗിക ജീവിതത്തിൽ പോസിറ്റീവ് തിങ്കിങ് ഏറ്റവും ആവശ്യമായത് കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്തപ്പോഴാണ്. ചില ദിവസങ്ങളിൽ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ മുന്നോട്ടു പോകില്ല. ആ ദിവസങ്ങൾ നമ്മൾ തന്നെ സംശയിക്കുന്ന ദിവസങ്ങളായി മാറും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ഇവിടെ ഒരു നിർദ്ദേശം നൽകുന്നു. ഫലമല്ല, പ്രോസസ്സ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശ്രമം ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രമിച്ചു എന്ന സത്യം തന്നെ ഒരു വിജയമായി അംഗീകരിക്കുക. നമ്മുടെ മൂല്യം നമ്മുടെ ഔട്ട്പുട്ടുമായി ബന്ധിപ്പിക്കുന്നത് നമ്മൾ പതിവായി ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്. ഇന്ന് ഞാൻ ഇത്ര ചെയ്തു, അതിനാൽ ഞാൻ നല്ലവനാണ്. ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ല, അതിനാൽ ഞാൻ പരാജയമാണ്. ഈ ചിന്താരീതി വളരെ അപകടകരമാണ്. കാരണം അത് നമ്മുടെ ആത്മമൂല്യത്തെ സ്ഥിരതയില്ലാത്ത ഒന്നാക്കി മാറ്റുന്നു. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ഇതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ചിന്താരീതി പ്രായോഗികമായി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ദിവസങ്ങൾ കുറച്ച് ലളിതമാകും. എല്ലാം ഒരു യുദ്ധമായി തോന്നില്ല. ഓരോ ജോലിയും ജയിക്കേണ്ട ഒരു പോരാട്ടമായി മാറുന്നില്ല. ചില കാര്യങ്ങൾ ചെയ്യപ്പെടും, അപ്രധാനമായ ചിലത് നാളേക്കായി മാറ്റിവെക്കപ്പെടും. ഈ രീതിയിൽ ചിന്തിച്ചാൽ കുറ്റബോധം കുറയും, മനസ്സ് കൂടുതൽ ശാന്തമാകും. ഈ ശാന്തത കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിലേക്ക് നയിക്കും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ മറ്റൊരു പ്രധാന വശം ചെറിയ സന്തോഷങ്ങളെ ശ്രദ്ധിക്കാൻ പഠിക്കുന്നതാണ്. വലിയ നേട്ടങ്ങൾക്കായി മാത്രം കാത്തിരിക്കാതെ ദിവസേന നടക്കുന്ന ചെറിയ വിജയങ്ങളെ അംഗീകരിക്കുക.
ഒരു ചെറിയ കാര്യം പഠിച്ചത്, അല്പനേരം വ്യായാമം ചെയ്തത്, ഒരു കാര്യം എഴുതിയത്, ഏതാനും പേജുകൾ വായിച്ചത്, ഒരു സുപ്രധാന ഫോൺ കോൾ പൂർത്തിയാക്കിയത്, ഒരു കാര്യത്തിൽ വ്യക്തത ലഭിച്ചത്, അവയെല്ലാം ചെറിയതായാലും മനസ്സിന് ഒരു മുന്നേറ്റത്തിന്റെ അനുഭവം നൽകുന്നു. ഇത്തരം അനുഭവങ്ങളാണ് ദീർഘകാല വിജയത്തിന്റെ അടിസ്ഥാനം. ഇത് തന്നെയാണ് ദീർഘകാല പ്രചോദനത്തിന്റെയും അടിസ്ഥാനം. പോസിറ്റീവ് തിങ്കിങ് ഒരു പ്രത്യേക സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമല്ല, അതൊരു ജീവിത ശൈലിയാണ്. ഓരോ ദിവസവും ഓരോ സാഹചര്യത്തിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമീപനം. ഇത് ഒരു ദിവസം കൊണ്ട് പൂർണ്ണമാകുന്ന ഒന്നല്ല. ചില ദിവസങ്ങളിൽ പഴയ ചിന്താധാരകൾ തിരിച്ചു വരും. അതിൽ തെറ്റില്ല. മാറ്റമെന്നത് നേരായ ഒരു രേഖയല്ല, അത് വളവുകളും ഇടവേളകളുമുള്ള ഒരു യാത്രയാണ്. നിങ്ങൾക്ക് തെറ്റുകൾ പറ്റാം, പക്ഷെ അത് തിരുത്താൻ പറ്റും. നിങ്ങൾ മനുഷ്യനാണ്. ഈ അംഗീകാരം തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നത് ഒരു ബലഹീനതയല്ല, അത് ബുദ്ധിമുട്ടുള്ള ഒരു ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ബോധപൂർവമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ചിന്തകൾ മാറുമ്പോൾ ദിവസം മാറുന്നു. ദിവസം മാറുമ്പോൾ ജീവിതം തന്നെ മാറാൻ തുടങ്ങും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ പ്രായോഗികത ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ചെറിയ ചിന്താമാറ്റങ്ങളിൽ നിന്ന് വലിയ ജീവിത മാറ്റങ്ങളിലേക്ക്. 4. ചെറിയ പ്രവർത്തനങ്ങൾ, വലിയ മാറ്റങ്ങൾ. ജീവിതം മാറുന്നത് വലിയ തീരുമാനങ്ങളിലൂടെയല്ല, ദിവസേന ആവർത്തിക്കുന്ന ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒരു ദിവസം മാത്രം ചെയ്താൽ മാറ്റമുണ്ടാകില്ല. പക്ഷേ അതേ കാര്യം ശാന്തമായി, സ്ഥിരമായി, കരുണയോടെ ചെയ്യുമ്പോൾ മനസ്സ് പതുക്കെ പുതിയ വഴിയിലേക്ക് മാറും. ഉണർന്ന ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെടുമ്പോൾ ഒരു നിമിഷം ശ്വാസമെടുക്കുക. ഇന്നത്തെ ദിവസം എല്ലാം ജയിക്കണം എന്ന നിലപാടോടെയല്ല, ഇന്ന് എനിക്ക് കഴിയുന്നതെല്ലാം മാന്യമായി ചെയ്യാം എന്ന സമീപനത്തോടെ തുടങ്ങാം. ഈ ഒരു വാചകം പോലും ദിവസത്തിന്റെ ഭാരം കുറയ്ക്കും. കാരണം നിങ്ങൾ നിങ്ങളോട് യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ദിവസത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കാണുന്നത് നമ്മളെ ക്ഷീണിപ്പിക്കും. അതിനാൽ അടുത്തതായി ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ഇത് വലിയൊരു ജോലി ആയിരിക്കണമെന്നില്ല. ഒരു ഇമെയിൽ അയക്കുന്നത്, ഒരു ഫോൺ കോൾ പൂർത്തിയാക്കുന്നത്, ഒരു പേജ് എഴുതുന്നത്, ഒരു പുസ്തകത്തിന്റെ ഏതാനും പേജ് വായിക്കുന്നത്, ഇതിൽ ഏതെങ്കിലും ഒന്ന്. അത് പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം അതിനെ അംഗീകരിക്കുക. ഇത് ചെയ്തു എന്ന ബോധം മനസ്സിൽ പതിയാൻ അനുവദിക്കുക. ഇത്തരം ചെറിയ അംഗീകാരങ്ങളാണ് ഉള്ളിലെ പ്രചോദനം വളർത്തുന്നത്. ദിവസത്തിനിടയിൽ മനസ്സ് ചിതറിപ്പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതെ ശ്രദ്ധ തിരിഞ്ഞുപോയി എന്ന് മാത്രം കരുതുക. വീണ്ടും ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് മടങ്ങുക. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയിൽ ശ്രദ്ധ എന്നത് കഠിനമായ ഒരു നിയന്ത്രണമല്ല, അതൊരു സൗമ്യമായ മടങ്ങിവരവാണ്. മനസ്സ് മാറിപ്പോയാൽ ഇത് സ്വാഭാവികമാണ് എന്ന് പറയുകയും വീണ്ടും ചെയ്യുന്ന കാര്യത്തിലേക്ക് തിരികെ വരികയും ചെയ്യുക. ഈ കരുണയാണ് സ്ഥിരത ഉണ്ടാക്കുന്നത്. നമ്മുടെ ദിവസങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എല്ലാം പൂർണ്ണതയോടെ ചെയ്യണം എന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് തുടങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥ വരും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ഇവിടെ ലളിതമായ ഒരു സമീപനമാണ് നിർദ്ദേശിക്കുന്നത്. പൂർണ്ണതയല്ല, പുരോഗതിയാണ് വേണ്ടത്. ഇന്ന് നിങ്ങൾക്ക് കഴിയുന്നത് 50% മാത്രമാണെങ്കിൽ അത് 50% തന്നെ അംഗീകരിക്കുക. കുറച്ചെങ്കിലും ചെയ്തു എന്ന ബോധം ഒന്നും ചെയ്തില്ല എന്ന കുറ്റബോധത്തേക്കാൾ ഒരുപാട് ശക്തമാണ്. ദിവസം മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ ഊർജം കുറയുന്ന നിമിഷങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെ ബലമായി തള്ളിക്കൊണ്ടു പോകേണ്ടതില്ല. കുറച്ചു സമയം വിശ്രമിക്കുക, വെള്ളം കുടിക്കുക, ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇതൊന്നും സമയം കളയലല്ല, ഇത് നിങ്ങളുടെ ഊർജത്തെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് കാണുന്ന ഒരു സമീപനമാണ്. ദിവസത്തിന്റെ അവസാനം നിങ്ങൾ ചെയ്തതെല്ലാം വിലയിരുത്താൻ ഇരിക്കുമ്പോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ചെയ്ത കാര്യങ്ങൾ ഓർക്കുക. അത് വളരെ ചെറിയതായാലും പ്രശ്നമില്ല. ചെയ്തു തീർത്ത കാര്യങ്ങളിൽ അഭിമാനം അനുഭവിക്കുക. ഇന്ന് നിങ്ങൾ സ്വയം എവിടെയെങ്കിലും കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു നേട്ടമായി കണക്കാക്കുക. കാരണം ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം നിങ്ങളും നിങ്ങളുടെ മനസ്സും തമ്മിലുള്ളതാണ്. ചില ദിവസങ്ങളിൽ ഒന്നും ശരിയായി നടക്കുന്നില്ല എന്ന് തോന്നും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി അത്തരം ദിവസങ്ങളെ പരാജയ ദിവസങ്ങളായി കാണുന്നില്ല. അന്നത്തെ നിങ്ങളുടെ ഏക ആക്ഷൻ സ്വയം ക്ഷമിക്കുക എന്നതാകാം. അതുപോലും ഒരു പ്രവർത്തനമാണ്, അതുപോലും ഒരു മുന്നേറ്റമാണ്. കാരണം നിങ്ങൾ പഴയ കഠിനമായ ചിന്താധാരയിൽ നിന്ന് മാറുകയാണ്. ഈ പ്രവർത്തനങ്ങൾ വലുതല്ല, അവയ്ക്ക് വലിയ പേരുകളുമില്ല. പക്ഷേ ഇവ ആവർത്തിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ദിവസങ്ങളുടെ സ്വഭാവം മാറും.
ദിവസങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ പതുക്കെ മാറും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ഒരു അതിവേഗ പരിഹാരമല്ല, അത് ഒരു സൗമ്യമായ സ്ഥിരമായ മാറ്റമാണ്. 5. വേഗത നിലനിർത്താൻ വിശ്രമം വേണം. നമ്മളെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ്: താരതമ്യം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പോകുന്ന വഴി, നമ്മൾ എത്തുന്ന വേഗം എല്ലാം മറ്റുള്ളവരുടേതുമായി അളക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതം നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ യാത്രയിൽ ഈ സത്യം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. കാരണം താരതമ്യം നിലനിൽക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല. ഇന്നത്തെ ലോകത്ത് താരതമ്യം ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ, പുരോഗതികൾ, വിജയങ്ങൾ എല്ലാം ഒരേ ഫ്രെയിമിൽ നമ്മുടെ മുന്നിലെത്തുന്നു. അവിടെ നമ്മൾ കാണുന്നത് മുഴുവൻ സത്യമല്ല എന്ന് അറിഞ്ഞിട്ടും നമ്മുടെ മനസ്സ് അത് മറന്നു പോകുന്നു. മറ്റുള്ളവരുടെ ഹൈലൈറ്റുകൾ നമ്മുടെ ബാക്ക് സ്റ്റേജിനോട് താരതമ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായി ഒരു ചിന്ത ഉയരും: ഞാൻ പിന്നിലല്ലേ? ഈ ചിന്തയാണ് ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ ഏറ്റവും വലിയ ശത്രു. കാരണം അത് നമ്മളെ നമ്മുടെ വഴിയിൽ നിന്ന് മാറ്റുന്നു. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. വ്യത്യസ്തമായ ഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. വ്യത്യസ്തമായ കഴിവുകളും ആഗ്രഹങ്ങളും ഉള്ളവരാണ് നമ്മൾ. എന്നിട്ടും ഒരേ സ്കെയിലിൽ നമ്മളെ അളക്കാൻ ശ്രമിക്കുന്നത് ഒരു തെറ്റായ മത്സരമാണ്. അവിടെ ജയിക്കാൻ കഴിയില്ല. കാരണം മത്സരം തന്നെ യഥാർത്ഥമല്ല. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി നമ്മളോട് പറയുന്നത് ലളിതമായ കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവരെ മറികടക്കാനല്ല, നിങ്ങളെ തന്നെ മനസ്സിലാക്കാനാണ് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളുടെ വേഗം നിങ്ങളുടേതാണ്. അത് വേഗമാണോ പതുക്കെയാണോ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് അത് നിങ്ങൾക്ക് ഒത്തുപോകുന്നുണ്ടോ എന്നാണ്. നിങ്ങൾക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്ന വേഗം, നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന വേഗം, അതാണ് നിങ്ങളുടെ ശരിയായ വേഗം. താരതമ്യത്തിൽ നിന്ന് പതുക്കെ മാറുമ്പോൾ മറ്റൊരു വലിയ ആശയം നമ്മുടെ മുന്നിൽ തുറന്നു വരും: വിശ്രമം. നമ്മൾ വളർന്നത് വിശ്രമത്തെ സംശയത്തോടെ കാണുന്ന ഒരു സംസ്കാരത്തിലാണ്. വിശ്രമം പലപ്പോഴും അലസതയുമായി, പ്രൊഡക്ടിവിറ്റിയുടെ അഭാവവുമായി ബന്ധിപ്പിക്കപ്പെടാറുണ്ട്. ഇനിയും ചെയ്യാമായിരുന്നില്ലേ? ഇപ്പോൾ വിശ്രമിക്കാനുള്ള സമയമാണോ? ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വയം ഉയരും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ഇവിടെ ഒരു വിപ്ലവകരമായ ആശയം മുന്നോട്ട് വെക്കുന്നു: വിശ്രമം പ്രൊഡക്ടിവിറ്റിയുടെ വിരുദ്ധമല്ല, അത് അതിന്റെ അടിസ്ഥാനം തന്നെയാണ്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാത്തവനാകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഊർജത്തെ പുനഃസജ്ജമാക്കുകയാണ്. നിങ്ങൾക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, വീണ്ടും അർത്ഥവത്തായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഒരുക്കുകയാണ്. നമ്മൾ വിശ്രമിക്കുമ്പോൾ പോലും കുറ്റബോധം നമ്മളെ പിന്തുടരും. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ എന്നൊരു ശബ്ദം ഉള്ളിൽ ഉയരും. ഈ ശബ്ദം താരതമ്യത്തിന്റെ തന്നെ മറ്റൊരു രൂപമാണ്. മറ്റുള്ളവരെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് എന്ന ചിന്ത നമ്മളെ വിശ്രമത്തിൽ പോലും അസ്വസ്ഥമാക്കുന്നു. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ഈ കുറ്റബോധത്തെ സാവധാനം ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ വിശ്രമിക്കാൻ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ബഹുമാനിക്കുന്ന ഒരു പ്രവർത്തനമാണ്. വിശ്രമത്തിന് നിങ്ങൾ കാരണമൊന്നും ബോധിപ്പിക്കേണ്ടതില്ല. നിങ്ങൾ മനുഷ്യനാണ് എന്ന സത്യം തന്നെയാണ് വിശ്രമത്തിന് മതിയായ കാരണം. ശരീരവും മനസ്സും ഒരേ വേഗത്തിൽ നിരന്തരമായി ഓടാൻ കഴിയില്ല. അവയ്ക്ക് ഇടവേളകൾ ആവശ്യമാണ്. ഇത്തരം ഇടവേളകളാണ് നമ്മളെ തകർന്നു പോകാതെ മുന്നോട്ട് നയിക്കുന്നത്. താരതമ്യത്തിൽ നിന്ന് മാറിയും വിശ്രമത്തെ അംഗീകരിച്ചും തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഗുണം വളരാൻ തുടങ്ങും: സ്വയം വിശ്വാസം. ഞാൻ എൻ്റെ വഴിയിൽ ശരിയായ രീതിയിൽ പോകുകയാണ് എന്നൊരു ശാന്തമായ ബോധം. ഈ ബോധം വന്നാൽ പുറമേയുള്ള ശബ്ദങ്ങൾ അത്ര ശക്തമാകാൻ ഇടയില്ല. മറ്റുള്ളവരുടെ വേഗം ഇനി നമ്മളെ ഓടിപ്പിക്കില്ല. നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വേഗം കുറയ്ക്കാം, വിശ്രമിക്കാം, മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ വഴിയിലൂടെ പോകാം. എന്നിട്ടും നിങ്ങൾ പരാജയപ്പെടുന്നില്ല. നിങ്ങൾ ജീവിക്കുകയാണ്, അർത്ഥവത്തായി, ബോധപൂർവമായി ജീവിക്കുകയാണ്. അതാണ് യഥാർത്ഥ പ്രൊഡക്ടിവിറ്റി. ഇത് നമ്മൾ നമുക്ക് തന്നെ നൽകേണ്ട ഒരു അനുമതിയാണ്. നിങ്ങളുടെ വേഗം നിങ്ങളുടേതാണ് എന്ന് അംഗീകരിക്കാനുള്ള അനുമതി. വിശ്രമം ഒരു ബലഹീനതയല്ലെന്ന് വിശ്വസിക്കാനുള്ള അനുമതി. താരതമ്യത്തിൽ നിന്ന് മാറി നിങ്ങളോടൊപ്പമുണ്ടാകാനുള്ള അനുമതി. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ യാത്രയിൽ ഈ അനുമതി വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. നിങ്ങളുടെ വേഗം നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ വിശ്രമം നിങ്ങൾ ബഹുമാനിക്കണം. അവിടെ നിന്നാണ് സത്യസന്ധമായ മുന്നേറ്റം ആരംഭിക്കുന്നത്. ജോലി, ചിന്ത, മനോഭാവം ഇവയെല്ലാം ചേർന്നാണ് ഒരാളുടെ ജീവിതം രൂപപ്പെടുന്നത്. നമ്മൾ ഇത്രയും പരിശ്രമിക്കുന്നത് എന്തിനാണ്? കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടി കൂടുതൽ ജോലി ചെയ്യുന്നതാണോ ജീവിതം? അതോ
നല്ലൊരു ജീവിതം അനുഭവിക്കാൻ ജോലി ഒരു വഴിയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുമ്പോഴാണ് സമഗ്രമായ ക്ഷേമം അഥവാ വെൽ ബീയിങ് പ്രസക്തമാകുന്നത്. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി വിജയത്തെ നിരസിക്കുന്നില്ല, മറിച്ച് വിജയത്തെ കൂടുതൽ മനുഷ്യ സഹജമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിജയമെന്നാൽ ലക്ഷ്യങ്ങൾ നേടുന്നതിനോടൊപ്പം തന്നെ മനസ്സും ശരീരവും തകർന്നു പോകാതെ നിലനിർത്തുക എന്നാണ്. ജീവിതം ഒരു നീണ്ട യാത്രയാണെങ്കിൽ ആ യാത്രയിൽ ഓരോ ദിവസവും ജീവിക്കാൻ കഴിയണം. അവസാനത്തെ ഒരു ദിവസത്തിനായി മാത്രം എല്ലാം മാറ്റിവെക്കേണ്ടതില്ല. സമഗ്രമായ ക്ഷേമം എന്നാൽ ജോലി, ബന്ധങ്ങൾ, ആരോഗ്യം, ആത്മസംതൃപ്തി ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചാണ് കാണുന്നത്. ഇതിലൊന്നു തകർന്നാൽ മറ്റുള്ളവയും ബാധിക്കപ്പെടും. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അമിതമായി സമ്മർദ്ദത്തിലായാൽ അത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും. മനസ്സ് ശാന്തമല്ല എങ്കിൽ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ശരീരവും മനസ്സുമായുള്ള ഈ ബന്ധത്തെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. ഞാൻ കൂടുതൽ ചെയ്യുന്നു എന്നതിന് പകരം ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ഈ ആശയം സ്വീകരിക്കുമ്പോൾ ജീവിതത്തിന്റെ വേഗം അല്പം കുറയുന്നത് പോലെ തോന്നാം. പക്ഷെ അത് പിന്നോട്ടു പോകലല്ല, അത് കൂടുതൽ ബോധപൂർവമായ മുന്നേറ്റമാണ്. എല്ലാം നിയന്ത്രണത്തിൽ വെക്കണമെന്ന ആവശ്യം കുറയും. എല്ലാം പൂർണ്ണമായി ചെയ്യണമെന്ന നിർബന്ധം ശമിക്കും. അതോടൊപ്പം തന്നെ ഒരു ആന്തരികമായ സ്ഥിരത വളരാൻ തുടങ്ങും. ഈ സ്ഥിരതയാണ് ദീർഘകാല പ്രചോദനത്തിന്റെ അടിസ്ഥാനം. ഈ യാത്രയിൽ നമ്മൾ വിജയത്തെയും സന്തോഷത്തെയും വേർതിരിച്ച് കാണുന്നത് നിർത്തുന്നു. സന്തോഷം ഒരു സൈഡ് എഫക്റ്റ് അല്ല, ഒരു ഗൈഡിംഗ് ഫോഴ്സായി മാറും. നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ കാലം തുടരും, കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യും. അതിലൂടെ കൂടുതൽ അർത്ഥവത്തായ ഫലങ്ങൾ ഉണ്ടാകും. ഇതാണ് ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയുടെ പരമാർത്ഥം. ജീവിതം ഒരിക്കലും പൂർണ്ണമായും നിയന്ത്രിക്കാവുന്ന ഒന്നല്ല. അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകും, പരാജയങ്ങൾ ഉണ്ടാകും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ഇതൊന്നും ഇല്ലാതാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ അവയെ നേരിടാനുള്ള നമ്മുടെ ഉള്ളിലെ ശക്തി നൽകുന്നു. എല്ലാം ശരിയാകണമെന്നില്ല, പക്ഷെ എല്ലാം നേരിടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസം വളർത്തുന്നു. ഈ വിശ്വാസമാണ് യഥാർത്ഥ ക്ഷേമത്തിന്റെ അടിസ്ഥാനം. നിങ്ങളൊരു യന്ത്രമല്ല, നിങ്ങളൊരു മനുഷ്യനാണ്. അനുഭവിക്കാനും തളരാനും വീണ്ടും എഴുന്നേൽക്കാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ജോലി നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്, മുഴുവൻ ജീവിതവുമല്ല. അതിനെ അതിന്റെ ശരിയായ സ്ഥാനത്ത് വെക്കുമ്പോഴാണ് ജീവിതം ശ്വാസമെടുക്കാൻ തുടങ്ങുന്നത്. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ഒരു അവസാനമല്ല, അതൊരു തുടക്കമാണ്. നിങ്ങളുടെ ദിവസങ്ങളെ കുറച്ച് കൂടുതൽ കരുണയോടെ കാണാനുള്ള തുടക്കം. നിങ്ങളുടെ പരിശ്രമങ്ങളെ കുറച്ച് കൂടുതൽ ബഹുമാനത്തോടെ കാണാനുള്ള തുടക്കം. നിങ്ങളുടെ ജീവിതത്തെ ഒരു എൻഡ്ലെസ് ടാസ്കായി അല്ല, അർത്ഥവത്തായ ഒരു യാത്രയായി കാണാനുള്ള തുടക്കം. വിജയത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അവിടെ സന്തോഷവും സമാധാനവും ഒരുമിച്ച് നിലനിൽക്കും. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി നമ്മളെ അവിടേക്ക് നയിക്കുന്ന ഒരു വഴിയാണ്. ഇത്തരം നിരവധി ഓഡിയോ ബുക്കുകളും പുസ്തകാസ്വാദനങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. അവ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക.